ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ പഴം കൊണ്ടുവന്നിട്ട് അത് കുട്ടികൾക്ക് കഴിക്കാതെ ഇങ്ങനെ കറുത്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അരി കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം നേന്ത്രപ്പഴം തന്നെ ആവണമെന്നില്ല, വേറെ ഏത് പഴമാണെങ്കിലും നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 2 പഴമാണ് തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കുന്നത്. അതിൽ ഒരു കല്ല് ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. അതിനൊരു ഏലക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പഴം എടുക്കാം. ഞാനിവിടെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1 ഗ്ലാസ് അരി മാത്രമാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെള്ളം കളഞ്ഞ് കഴുകിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ജാറിൽ തന്നെ ചേർത്തിട്ട് ഒന്ന് വെള്ളം കൂടുതൽ ചേർക്കാതെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി, കൂടുതൽ നൈസാവണമെന്നില്ല. ഇനി ഇതിന് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ തേങ്ങ കൊത്ത് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലാതെ വേറെ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്വീറ്റ്നെസ് പോരാന്നുള്ളവർക്ക് ഈ സമയത്ത് പഞ്ചസാര വേണമെങ്കിലും കുറച്ച് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ കുട്ടികളെല്ലാം സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വാഴ ഇലയിൽ ഇട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ വാഴ ഇല കഷ്ണാക്കിയിട്ട് അതിലിട്ടിട്ട് മടക്കി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് എണ്ണക്കടിക്ക് പകരം ഇങ്ങനെയുള്ള ഈ അപ്പം ഉണ്ടാക്കി കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് ഇനി ഇത് മടക്കിയിട്ട് നമുക്ക് അപ്പച്ചെമ്പിൽ ഇതുപോലെ വെച്ചിട്ട് വേവിച്ച് എടുക്കാം. ഇത് മിനിമം ഒരു 20 മിനിറ്റ് വേവിക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ വെച്ച്, അപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല കളറുമാണ്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഒന്ന് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല യെല്ലോ കളറാണ്. ഇത് നേന്ത്രപ്പഴം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള ഈ അപ്പം ഉണ്ടാക്കാം. നല്ല സ്മൂത്തുമാണ്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.